എല്ലാവർക്കും നമസ്കാരം. ദ സ്കൂൾ ഓഫ് സക്സസ് ബൈ റോഷിനി മേനോൻ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഹോപ്നോപ്പനെ പറ്റി സംസാരിച്ചിരുന്നു അല്ലേ? ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് ഹോപ്നോപ്പനോ, ഈ പ്രെയർ എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് പോയി കാണാൻ, എന്നാലാണ് ഞാൻ പറയുന്നത് മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഹോപ്നോപ്പന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബേസ് ആയിട്ട് പറയുകയാണെങ്കിൽ അതൊരു ഹവായൻ പ്രെയർ ആണ്. 4 സെന്റൻസ് ആണ് അതിൽ വരുന്നത്. ഐ ആം സോറി, പ്ലീസ് ഫോർഗിവ് മീ, താങ്ക് യു, ഐ ലവ് യു. ഈ 4 സെന്റൻസ് ആണ് വരണത്. അപ്പോൾ നമ്മൾ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് നമുക്ക് കരിയർ വൈസ് ആയിട്ട് പല രീതിയിൽ ഇത് ഉപയോഗിക്കാം അല്ലെ? കരിയർ ആയിട്ട് ഉപയോഗിക്കാം, മണി ഏരിയയിൽ ഉപയോഗിക്കാം, റിലേഷൻഷിപ്പ്, ഏത് ഏരിയയിൽ വേണമെങ്കിലും ഈ ഹോപ്നോപ്പന പ്രെയർ നമുക്ക് ഉപയോഗിക്കാം. 108 തവണയൊക്കെ പറഞ്ഞാണ് ഏറ്റവും നല്ലത്. കാരണം ഡീപ്ലി ക്ലെൻസ് ആണെങ്കിൽ ഇതൊരു ഹീലിംഗ് പ്രോസസ്സാണ്. ഓക്കെ, നമ്മളിത് പറയുമ്പോൾ നമ്മൾ മാത്രമല്ല, നമ്മുടെ കൂടെ നിൽക്കുന്നവരെല്ലാവരും ഹീലാവുന്നു എന്നുള്ള ഒരു പ്രത്യേകത ഹോപ്നോപ്പനിൽ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്നത് മണി ബേസ്ഡിൽ, മണി ഏരിയയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബ്ലോക്ക് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ, നിങ്ങളിലേക്ക് പൈസ വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് അത് എന്തെങ്കിലും ഒരു ബ്ലോക്ക് ഉണ്ട് അല്ലേ? നമുക്കത് നമുക്ക് പൈസയോടുള്ള ആറ്റിറ്റ്യൂഡ് ആയിരിക്കാം. പൈസ വേണ്ട എന്നുള്ളൊരു നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ പൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഇവിളാണ് എന്നുള്ളൊരു ചിലപ്പോൾ ഒരു തോന്നലുണ്ടായിരിക്കാം. ചിലപ്പോൾ നമ്മൾ കേട്ടൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടല്ലോ. പൈസ വന്നു കഴിഞ്ഞാൽ നമുക്ക് അഹങ്കാരം വരുമെന്ന് പറയുന്നവരുണ്ട്. അയ്യോ, എനിക്ക് അത്രയൊന്നും പൈസ വേണ്ടേ, എനിക്ക് ആവശ്യത്തിന് പൈസ മതി എന്നൊക്കെ പറയുന്ന അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമ്മൾ ചിലപ്പോൾ നമ്മുടെ തലയിൽ കയറി വെച്ചിട്ടുണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ നമുക്ക് ആ ഒരു പൈസ എന്ന് പറഞ്ഞ സാധനം നമ്മളിലേക്ക് വരാത്തത്. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു വ്യക്തി, പൈസ എന്ന് പറഞ്ഞൊരു വ്യക്തിയായിട്ട് ഒന്ന് കണക്ക് കൂട്ടുക. എന്നിട്ട് ആ വ്യക്തി, ഇപ്പൊ ഞാൻ ആ വ്യക്തിയോട് പറയാണ്, ഓ നീ ഇല്ലെങ്കിൽ എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, നിന്റെ ആവശ്യമൊന്നും എനിക്ക് ജീവിതത്തിൽ ഇല്ല, അത്യാവശ്യമൊക്കെ വന്നാൽ മതി എന്ന് ഞാൻ ആ ഒരു പൈസ എന്ന് പറഞ്ഞ വ്യക്തിയോട് ഞാൻ പറഞ്ഞു വിചാരിക്കുക. അതൊരു വ്യക്തിയാണെങ്കിൽ അപ്പൊ ആൾക്കുണ്ടാവുന്ന ഫീലിംഗ് എന്താണ്? ഓ ഇവൾക്ക് എന്നെ വലിയ മൈൻഡൊന്നും ഇല്ല, ഞാനിപ്പോൾ എന്തിനാണ് ഇവിടെ കഷ്ടപ്പെട്ട് നിൽക്കണത്, ഞാൻ പോവാം എന്ന് പറഞ്ഞ് അവർ പോവില്ലേ? ആ വ്യക്തി പോവും. നമ്മളൊരു ഫ്രണ്ടിനോടാണ് ഇങ്ങനെ പറഞ്ഞു വെച്ചാൽ ഉറപ്പായിട്ടും നിന്നെ എനിക്ക് ആവശ്യമൊന്നുമില്ല, നീ എന്തിനാണ്, നീ എന്നെ ഇവളാക്കി മാറ്റും, നീ എന്നെ അഹങ്കാരിയാക്കി മാറ്റും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഫ്രണ്ട് നമ്മുടെ കൂടെ നിൽക്കൂ? ഇല്ല, അവർ പോവൂലേ? എന്നാൽ നമ്മൾ നേരെ മറിച്ച് പറയാണ്, നീ ഉള്ളതുകൊണ്ടാണ് എൻ്റെ ജീവിതം ഇത്രയും രസമായിട്ട് പോണത്, നീ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്താനെ, എൻ്റെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നത് നീ ഉള്ളതുകൊണ്ടാണ്, നീ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, എനിക്ക് ഇതിനെ ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ ഞാൻ ആ ഒരു വ്യക്തിയോട് പറഞ്ഞു കഴിഞ്ഞാൽ അവരെൻ്റെ കൂടെ നിൽക്കല്ലേ ചെയ്യുക? അവർ പിന്നെ എന്നെ ഇട്ടിട്ട് പോവോ? ഇല്ല, അവരെൻ്റെ കൂടെ നിൽക്കാം. അവരെന്ത് വിചാരിക്കും? ഓക്കെ, ഇവനെ എന്നെ അത്രയ്ക്ക് ഇഷ്ടമാണല്ലേ, ഞാൻ എന്തിനാ പോണത്, ഇവൻ്റെ കൂടെ നിൽക്കാം എന്ന് വിചാരിക്കും അല്ലേ? അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ പൈസയോട് നമ്മുടെ കാര്യം സംസാരിക്കുമ്പോൾ, പൈസയെ പറ്റി അനാവശ്യമായിട്ട് നമ്മൾ വേറെ കുറേ കാര്യങ്ങൾ പറയുമ്പോൾ പൈസയ്ക്കും ഫ്രീക്വൻസി ഉണ്ട് അല്ലേ? എവറിത്തിങ് ഈസ് എനർജി. നമുക്കറിയാം, ഈ സയൻസിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ് എവറിത്തിങ് ഈസ് എനർജി. എല്ലാത്തിനും എനർജി ഉണ്ട്. മണിക്കും ഇവിടെ എനർജി ഉണ്ട്, മണിക്കൊരു ഫ്രീക്വൻസി ഉണ്ട്. ആ ഫ്രീക്വൻസി നമ്മളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് പൈസ വരാനായിട്ട് തുടങ്ങും. പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങൾ, എന്തെങ്കിലും നെഗറ്റീവ് തോട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മളത് ബ്ലോക്ക് ചെയ്യണം. ഓക്കെ, സോ അതുകൊണ്ടാണ് നമ്മൾ പൈസയെ നല്ലത് പറയണം, എപ്പോഴും നല്ല അഫർമേഷൻസ് കൊടുക്കണം എന്നൊക്കെ നമ്മുടെ വീഡിയോസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇന്ന് നമുക്ക് നോക്കാം ഹോപ്നോപ്പന എങ്ങനെയാണ് മണിക്ക് വേണ്ടി പറയേണ്ടത് എന്നുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ പറയേണ്ടത് എന്താ പറയുക, ഐ എം സോറി, പ്ലീസ് ഫോർഗിവ് മീ, താങ്ക് യു മണി. ഇത് തന്നെയാണ് ബേസ്. പക്ഷെ അതിൻ്റെ കൂടെയൊക്കെ മണി എന്നുള്ള വാക്ക് ചേർക്കുക. ഐ എം സോറി മണി, പ്ലീസ് ഫോർഗിവ് മീ മണി, താങ്ക് യു മണി, ഐ ലവ് യു മണി. ഐ എം സോറി മണി. നമ്മൾ എന്തിനാ മണിയോട് സോറി പറയണത്? കാരണം ഇതുപോലെ വല്ല ചിന്തകൾ എനിക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, നമ്മൾ ആരെങ്കിലുമൊക്കെ പറഞ്ഞതായിരിക്കും, നമുക്ക് സ്വയം തോന്നിയതായിരിക്കില്ല. ആരെങ്കിലും പറയുകയാണ്, ഓക്കെ നീ എന്നെ ഇവളാക്കി മാറ്റും, നീ എന്നെ ദുഷ്ടനാക്കി മാറ്റും എന്നൊക്കെ വല്ല ചിന്തകൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട്, എനിക്കധികം പൈസ ഒന്നും വേണ്ട, ഞാൻ പൈസയ്ക്ക് വില കൊടുത്തിട്ടില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ ഐ എം സോറി മണി, എന്നോട് ഞാൻ സോറി ചോദിക്കുന്നു. ഓക്കെ, പ്ലീസ് ഫോർഗിവ് മീ മണി, എന്നോടൊന്ന് ക്ഷമിക്കൂ. എന്തിന്? ഞാനില്ലേ നല്ല പോലെ കൈകാര്യം ചെയ്തിട്ടില്ലെങ്കിൽ, എനിക്ക് കിട്ടിയ പൈസ ഞാൻ അനാവശ്യമായി ചെലവഴിച്ച് വലിയ രീതിയിലൊക്കെ, ഇപ്പോൾ നമുക്ക് ചിലർ പൈസ മേടിക്കാൻ കണ്ടിട്ടുണ്ടോ, ചുരുട്ടി കൂട്ടിയൊക്കെയാണ് എവിടെയെങ്കിലുമൊക്കെ ഇടുക. അതൊക്കെ നമ്മൾ പൈസയോട് കാണിക്കുന്ന അനാദരവാണ് അല്ലേ? ആ പൈസയൊക്കെ ചുരുട്ടി കൂട്ടി നമ്മൾ വയ്ക്കില്ല, നല്ല നീറ്റായിട്ട് നമ്മൾ എന്താ പറയുക, നമ്മുടെ വാലറ്റിൽ, നമ്മുടെ പേഴ്സിലൊക്കെ വയ്ക്കുക. നല്ല രീതിയിൽ എവിടെ പൈസ അവിടെ ഇവിടെയൊന്നും ഇടാതെ, നമ്മൾ അലക്ഷ്യമായി ഒന്നും ഇടാതെ അതൊന്ന് സൂക്ഷിച്ച്, 1 രൂപയായിരിക്കാം, 50 പൈസ ആയിരിക്കാം, പക്ഷെ അതൊന്ന് സൂക്ഷിച്ച് എടുത്ത് വയ്ക്കുക. അതൊക്കെ നമ്മൾ ആ റെസ്പെക്റ്റ് ആണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കൂ. അനാദരവ് ഞാൻ നിന്നോട് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കൂ. താങ്ക് യു മണി. നമ്മൾ എന്തിനാണ് താങ്ക് യു പറയണത്? നമ്മുടെ ലൈഫിൽ 90% നമ്മുടെ ലൈഫിലും മണി ഉള്ളതുകൊണ്ടാണ് നമുക്ക് നല്ല രസത്തിൽ ജീവിക്കാൻ പറ്റണത്. നമുക്കറിയാം, എന്ത് സാധനം നമുക്ക് കഴിക്കാനും ഉടുക്കാനും നമുക്ക് പഠിക്കാനും ഒക്കെ എന്ത് സാധനം വേണമെങ്കിലും പൈസ കൊടുത്താലേ അത് നമുക്ക് കിട്ടാറുള്ളൂ അല്ലേ? എവിടെ നമുക്ക് ഫ്രീ ആയിട്ട് എവിടെയെങ്കിലും കിട്ടുമോ? ഇല്ല, വളരെ ലിമിറ്റഡ് ആണ് ഫ്രീ ആയിട്ട് കിട്ടുന്ന സാധനങ്ങൾ അല്ലേ? അപ്പോൾ എന്ത് തന്നെ നമുക്കൊരു എന്തൊരു ചോക്ലേറ്റ് വേണം, ഒരു ഡ്രസ്സ് വേണം, എനിക്ക് നല്ലൊരു ട്രിപ്പ് പോകണം, എല്ലാത്തിനും നമുക്ക് പൈസ വേണം. സോ എൻ്റെ ജീവിതം നീ ഇത്രയും രസകരമായിട്ട് ധന്യമാക്കുന്നതിന് താങ്ക് യു മണി, ഐ ലവ് യു മണി, ഐ ലവ് യു മണി, എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ് ആസ് എ ഫ്രണ്ട്,
എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, നീ എൻ്റെ എപ്പോഴും കൂടെ ഉണ്ടാവണം, ഐ ലവ് യു മണി. ഇതാണ് ഈ 4 സെന്റൻസ് കൊണ്ട് അർത്ഥമാക്കണത്. ഓക്കെ, അപ്പോൾ ഐ ആം സോറി മണി എന്ന് നമ്മൾ എന്തിനാ പറയണത്? നിന്നെ പറ്റി എനിക്ക് എന്തെങ്കിലും നെഗറ്റീവ് ചിന്തകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ സോറി പറയുന്നു. പ്ലീസ് ഫോർഗീവ് മീ മണി നമ്മൾ എന്തിനാ പറയണത്? എന്നോടൊന്ന് ക്ഷമിക്കൂ എന്ന് പറയണത്. ഞാൻ നിന്നെ അലക്ഷ്യമായി എവിടെയെങ്കിലും ഇട്ടിട്ടുണ്ട്, നിന്നെ കിട്ടിയപ്പോൾ ഞാൻ ചുളിച്ചൊക്കെ വെച്ചിട്ടുണ്ട്, ഞാൻ അനാവശ്യമായി നിന്നെ ചെലവാക്കിയിട്ടുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഫോർഗീവ് മീ മണി. താങ്ക് യു മണി, എൻ്റെ കൂടെ ഈ ലൈഫിൽ എനിക്ക് ഒരുപാട് സാധനങ്ങൾ നീ ഉള്ളതുകൊണ്ട് എനിക്ക് ഒരുപാട് സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട്, അതിന് ഞാൻ താങ്ക് യു പറയുന്നു. ഐ ലവ് യു മണി, നിന്നെ എനിക്ക് ബെസ്റ്റ് ഫ്രണ്ട് എന്ന രീതിയിൽ ഇഷ്ടമാണ് എന്ന് നമ്മൾ പറയുകയാണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ 108 തവണ ഈ മണി ബ്ലോക്ക് ഉള്ളവർ, മണി വേണമെന്ന് ആഗ്രഹിക്കുന്നവർ, പൈസ വേണമെന്ന് ആഗ്രഹിക്കുന്നവർ ഇതൊന്ന് പറഞ്ഞു നോക്കുക. സോറി മണി, പ്ലീസ് ഫോർഗീവ് മീ മണി, താങ്ക് യു മണി, ഐ ലവ് യു മണി. അത് പറയുമ്പോൾ ഫീലിങ്ങോടുകൂടെ പറയാം. 108 തവണ പറയാനായിട്ട് ശ്രമിക്കുക. 2-3 തവണയൊക്കെ നിങ്ങൾക്ക് പറയാം ഡെയിലി. അതൊക്കെ നിങ്ങളുടെ ഇതിനനുസരിച്ചിരിക്കും. അപ്പോൾ ഇതൊന്ന് ചെയ്തു നോക്കൂ. വളരെ നല്ല മാറ്റം. കുഞ്ഞിതായിട്ട് നിങ്ങൾക്ക് പൈസ വരാനായിട്ട് കാണാനായിട്ട് പറ്റും. അത് ഉറപ്പുള്ള കാര്യമാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും നിങ്ങളുടെ ലൈഫിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും സന്തോഷം സുഖമായിട്ടിരിക്കുക, എല്ലാവരും സേഫായിട്ട് ഇരിക്കുക. അടുത്ത വീഡിയോ ഇട്ട് വരാം. ദിസ് ഈസ് റോഷ്നി മേനോൻ സൈനിങ് ഓഫ്.